വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. +2 ബിസിനസ് സ്റ്റഡീസിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 20 മാർക്കോളം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങളോട് 10 ക്വസ്റ്റ്യൻ നിന്ന് 8 എണ്ണം എഴുതാൻ പറയും, 12 ക്വസ്റ്റ്യൻ നിന്ന് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയും. എല്ലാം 2 മാർക്കാണ്. എനിക്ക് പറയാം, മിസ്സിൻ്റെ അഭിപ്രായത്തിൽ എസ് ക്വസ്റ്റ്യൻ 16 മാർക്ക് നമുക്ക് വരുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് 20 മാർക്കോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ 16 മാർക്കാണോ 20 മാർക്കാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരേപോലെ. അതുകൊണ്ട് തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ചധികം ഒരു 25 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മിസ് ഇട്ടിട്ടുണ്ട്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കേട്ടോ. ഒരു 10-12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്നാണ് ഈ 25-26 ക്വസ്റ്റ്യൻസോളം മിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഭാഗം നോക്കാം. വേഗം പോയിരുന്ന് പഠിക്കുക. പുതിയ ടേമുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, പഠിച്ച കുട്ടികളുണ്ടാവാം. ഒന്ന് റിവൈസ് ചെയ്യുക. 2 മാർക്ക് പോലും നമ്മൾ കളയാനായിട്ട് പാടില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്റ്റഡിയിൽ ഉള്ളത് കൊണ്ട് ഏതൊക്കെയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് കോർഡിനേഷൻ എന്താണെന്ന് പഠിക്കണം. 2 മാർക്കിന് കോർഡിനേഷൻ പഠിക്കണം. കോർഡിനേഷൻ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ഇൻറ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ? മാനേജ്മെൻറ്റിലെ എല്ലാ സ്ഥലത്തെ ആക്ടിവിറ്റികളും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിച്ച് കോർഡിനേഷൻ നടത്തുക. അതാണ് അതിൻ്റെ മീനിങ്. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിന് മുന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 4 സെൻറ്റൻസ് എങ്കിലും എഴുതി വെക്കണം. 4 സെൻറ്റൻസ് 2-3 സെൻറ്റൻസ് ആയാലും 3 to 4 സെൻറ്റൻസോളം നമ്മൾ എഴുതി വെക്കണം കേട്ടോ. ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇത് പ്രകാരം എക്സിക്യൂഷനും പ്ലാനിങ്ങും 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. FW ടൈലറുടെ ടെക്നിക്കാണ് കേട്ടോ. ദെൻ അതിൽ തന്നെ മോഷി സ്റ്റഡി എന്താണ്? നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് ടെക്നിക്ക് തന്നെയാണ്. മോഷി സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങളൊരു 2-3 സെൻറ്റൻസ് എഴുതാനുള്ളതായിരുന്നു പഠിച്ചിരിക്കണം. സ്കോളർ ചെയിൻ എന്താണ്? സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ ബിസിനസ് നടത്തുമ്പോൾ ചുറ്റുപാടുമുള്ള അതർ ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. ചുറ്റും പല ടൈപ്പ് ഓഫ് എൻവയോൺമെൻറ്റുകളുണ്ട്, അതൊക്കെയാണ്. പ്ലാനിങ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഈ 5 എണ്ണത്തിനെയും കുറിച്ച് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം കേട്ടോ. ഇതിൽ നമുക്ക് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ വെയർ വി വാണ്ട് ടു ഗോ, ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി എഴുതാനും നമുക്കറിയണം. ദെൻ പ്ലാനിങ് പ്രീമിസിസ് എന്താണ്? പ്ലാനിങ് പ്രീമിസിസ് എന്ന് വെച്ചാൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ 2ാമത്തെ സ്റ്റെപ്പാണ്. പ്ലാനിങ് പ്രീമിസിസ് എന്ന് പറയുമ്പോൾ certain assumptions are to be made in future. ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് certain ഊഹാപോഹങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് പ്രീമിസിസ് എന്ന് പറയുക. അതിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് പ്ലാനിൽ ബജറ്റ് എന്താണെന്ന് നോക്കുക. ബജറ്റ്, പോളിസീസ്, പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു 2 മാർക്കിനുള്ളത്, അതായത് എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പിലുള്ളതാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. എന്താ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ? വലിയ ഒരു ആക്ടിവിറ്റീനെ ഗ്രൂപ്പ് ഇൻ ടു സ്മോൾ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ഇരിക്കുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നമ്മൾ വിളിക്കുന്നത്. ദെൻ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ ഓർ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ചോദിക്കാറുണ്ട് 2 മാർക്കിനെ. അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ആർ ടു ബി ഹെൽഡ് ബൈ എ സുപ്പീരിയർ. എത്രത്തോളം സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയർക്ക് നല്ല എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം, അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക കേട്ടോ. ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്? അതുപോലെ തന്നെ അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സെൻട്രലൈസേഷൻ, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഇതൊക്കെ 2 മാർക്കിന് 2-3 സെൻറ്റൻസുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ്? സൂപ്പർവിഷൻ എന്താണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഒക്കെ മിസ് പറഞ്ഞിരുന്നു. മറ്റേ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ഭാഗത്ത് പോലും 2 മാർക്കിനുള്ളത് അതിനെടുത്തോളം എന്ന് പറഞ്ഞു. സൂപ്പർവിഷൻ എന്താണ്? എന്താ പറയുക, നമ്മൾ അറ്റ് വർക്കിൽ അവരെ നോക്കുക. അതായത് അവർ സൂപ്പർവൈസ് ആവാന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്ക് ഓവർസീയിങ് ദ സബോർഡിനേറ്റ് അറ്റ് വർക്ക്, അതാണ് സൂപ്പർവിഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ദെൻ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്താണ്? ഗ്രേപ്പ് വൈൻ എന്ന് വെച്ചാൽ ഇൻഫോർമൽ നെറ്റ്വർക്കാണ്, അതിനെയാണ് ഗ്രേപ്പ് വൈൻ എന്ന് വിളിക്കുക, പഠിക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിൻ്റെയും ആ മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? 2 മാർക്കിന്. ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ലേബലിംഗ്, അത് 3 നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് മിക്സിൻ്റെ സ്ഥലത്താണ് വരുന്നത്. ട്രേഡ് മാർക്ക് വേറെയാണ്, ബ്രാൻഡ്
നെയിം വേറെയാണ്. എല്ലാത്തിൽ നിന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലാബലിംഗ് പബ്ലിസിറ്റി എന്താണ്, അതായത് എന്താണ് പബ്ലിസിറ്റി? നോൺ പെയ്ഡ് ഫോമാണ്, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. നമുക്ക് ഒരാളോട് നമ്മൾ കാശ് കൊടുക്കും വേണ്ട, ആൾക്കാർ കഷ്ടപ്പെട്ട് പറയും വേണ്ട, അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ് പബ്ലിസിറ്റി അല്ലേ. ദെൻ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, ഇത് കൺട്രോളിങ്ങിൻ്റെ ചാപ്റ്റർ ആണ് കേട്ടോ. കൺട്രോളിങ്ങിൻ്റെ ചാപ്റ്ററിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മാനേജേഴ്സ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയൻസ് ആർ ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, അല്ലാതെ ചെറിയ ചെറിയ സ്മോൾ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തള്ളിക്കളയുക അല്ലേ. അപ്പോൾ അതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും അതേപോലെ സ്പാൻ ഓഫ് കൺട്രോളും എല്ലാതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഓക്കെ. ദെൻ CPA എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. CPA ഫുൾ ഫോം അറിയണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതെന്താണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമർ ഫ്രം വാരിയസ് ഡിസ്ക്രിമിനേഷൻ ആക്ടിവിറ്റീസ് അല്ല, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും ഒരു 25-26 ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എല്ലാവരും നിങ്ങൾക്ക് അറിയേണ്ടതാണ്. 2 മാർക്കുകളും വിട്ട് കളയാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ എവ്രി വൺ പ്ലീസ് എന്താ പറയുക, ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. 8 മാർക്ക് പഠിക്കുക, പിന്നെ നമ്മൾ 5 മാർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. 8 മാർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് പോരാതെ 12 മാർക്ക് 12 ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കുക. നമുക്ക് A+ ആണ് വേണ്ടത് അല്ലേ. ബിസിനസ് സ്റ്റഡീസിൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക്. അപ്പോൾ 2 മാർക്കുകൾ ഒരാളും വിട്ട് കളയാതെ വേഗം പഠിച്ചു തുടങ്ങുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, ഇതിന് പിന്നാലെ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വരുന്നതാണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.